ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇനി ഈ സീസണിൽ ഒരു ടെൻഷനും ഇല്ല. ആകെയുള്ളത് അവശേഷിക്കുന്നത് രണ്ട് മത്സരങ്ങളാണ്. ഈ രണ്ട് മത്സരങ്ങൾ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. കാരണം ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി പ്ലേ ഓഫിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോൾ എല്ലാവരുടെയും ചിന്ത അടുത്ത സീസണിലേക്കാണ്. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചുവരവ് നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു ടീമിനെ വെച്ച് എങ്ങനെ അടുത്ത സീസണിൽ മുന്നോട്ട് പോകുക. അപ്പൊ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു അഴിച്ചുപണി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അത് വിവിധ മേഖലകളിൽ വേണം. ഡിഫൻസിൽ വേണം. ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ നിലവിലുള്ള ഗോൾ കീപ്പേഴ്സിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് കൂടാതെ ക്രിയേറ്റീവായുള്ള ഒരു പ്ലെയറെ കൊണ്ടുവരുന്നത് അടുത്ത സീസണിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈവൻ സ്പോർട്ടിംഗ് ഡയറക്ടറെ വരെ മാറ്റിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം മാനേജ്മെന്റ് എഫക്റ്റീവായിട്ട് ചെയ്യും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് പേരുകൾ, അതായത് രണ്ട് താരങ്ങളെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ് കേൾക്കുന്ന രണ്ട് പേരുകൾ, ഒന്ന് മിലോസ് പ്രിൻസിച്ചിന്റെ പേരാണ്, മറ്റൊന്ന് ക്വാമി പെപ്പറയുടേതാണ്. രണ്ട് താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണോട് കൂടി പറഞ്ഞു വിടുമെന്നുള്ള റിപ്പോർട്ടുകളും റൂമേഴ്സും ഒക്കെയാണ് വരുന്നത്. മിലോസിന്റെ കാര്യത്തിൽ അത് ഏതാണ്ട് ഉറപ്പാണെന്ന് തോന്നുന്നു. കാരണം മിലോസിന്റെ ഭാഗത്ത് നിന്ന് ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കൺസിസ്റ്റൻസി ഇല്ല, രണ്ടാമത്തെ അദ്ദേഹത്തിന് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല. അതായത് ഒരു ഫോറിൻ പ്ലെയറിന് വേണ്ട രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല. ഒരു 70 മിനിറ്റ് കഴിഞ്ഞാൽ മിലോസ് മിക്കവാറും ക്ഷീണിതനായിട്ട് നാക്ക് നീട്ടി കളിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ദുർബലനായ മിലോസിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പാളിച്ചകളും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു ടവറിംഗ് ആയുള്ള ഒരു സെന്റർ ബാക്ക് എന്നുള്ള ഒരു ഇമേജ് ഒന്നും മിലോസിന് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊരു പ്രോബ്ലം തന്നെയാണ്. മിലോസിനെ ജനുവരിയിൽ തന്നെ പറഞ്ഞു വിട്ടേക്കാമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അടുത്ത സീസൺ തുടരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പിന്നെ കേൾക്കുന്ന ഒരു പേര് ക്വാമി പെപ്രയുടേതാണ്. പെപ്രയുടെ ഭാഗത്ത് നിന്ന് മികച്ച ഒരു ഫൈറ്റൊക്കെ എല്ലാ മത്സരവും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് നല്ലൊരു ടീംമാൻ ആണ്, ഹാർഡ് വർക്കിംഗ് നേച്ചർ ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പെപ്രയ്ക്ക് അദ്ദേഹത്തിന്റെ പൊസിഷനോട് നീതി പുലർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. ഒരു സ്ട്രൈക്കർ ആയിട്ടാണ് പെപ്രയെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ ഫൈനൽ തേർഡിൽ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പെപ്രയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ആക്ഷേപം. പക്ഷേ പെപ്രയ്ക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ. അദ്ദേഹത്തെ നിലനിർത്തണം. കുറച്ചും കൂടി ഡീപ്പറായുള്ള പൊസിഷനിൽ അദ്ദേഹം മികവ് കാണിക്കും. നല്ലൊരു കോച്ചിന് കീഴിൽ വരികയാണ് പെപ്രയുടെ ഒരു പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള അഭിപ്രായമൊക്കെ പൊതുവേ ഉണ്ട്. എന്തായാലും അതൊരു ഡിബേറ്റബിൾ ആണ്. പക്ഷെ ഇതൊക്കെ നമ്മളിങ്ങനെ പറയുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എങ്ങനെ ഈ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളും എന്നുള്ളത് കണ്ടറിഞ്ഞ് തന്നെ അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ നോഹയുടെയും ഹിമിനസിന്റെയും കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അവരെന്തായാലും ടീമിനൊപ്പം തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ രണ്ട് പ്ലേയേഴ്സും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ പ്ലേയേഴ്സാണ്. ഹിമനസിന് വലിയ ഡിമാൻഡൊക്കെ ഉണ്ടാക്കാത്ത സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ടോപ്പ് ഗോൾ സ്കോററാണ്. ഇപ്പൊ ഹിമനസിന് വേണ്ടി പല ടീമുകളും രംഗത്തുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ടീം വിട്ടത് പരിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറച്ചൊരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. കാരണം സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് എത്തും. കാരണം ഇനിയുള്ള മത്സരങ്ങളൊന്നും പ്രസക്തമായ മത്സരങ്ങളല്ല. ഇപ്പൊ സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് അദ്ദേഹം ടീമിനൊപ്പം ചേരുന്നത് വലിയ ഗുണം ചെയ്യും. നെക്സ്റ്റ് സീസണിലാണെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോഹയാണെങ്കിലും മസ്റ്റായിട്ടും റീറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്ലെയർ തന്നെയാണ്. കാരണം നോഹയുടെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അദ്ദേഹം കളിച്ച മത്സരങ്ങളൊക്കെ നമ്മളത് കണ്ടതാണ്. ഇതാണ് പിന്നെ വരുന്നത് ലൂണയുടെ ഒരു കാര്യമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ലൂണയെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണോട് ഒഴിവാക്കും, ലൂണയുമായി പരസ്പര സമ്മതത്തോടെ ബ്ലാസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ സമീപിച്ചു, എന്തായാലും അദ്ദേഹം ഈ സീസണോട് കൂടി ടീം വിടും എന്നുള്ള റൂമറുകളൊക്കെ വന്നിരുന്നു. പക്ഷെ അത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ലൂണയുടെ ഒരു ഭാവി എന്ന് പറയുന്നത് അടുത്തൊരു കോച്ചിനെ ആശ്രയിച്ചിരിക്കും തോന്നുന്നു. കാരണം ഇനി ആരാണ് വരുന്നത്, ഏതൊരു കോച്ചാണോ വരുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ശൈലിക്ക് അനുസൃതമായിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ലൂണ റിട്ടേൺ ചെയ്യപ്പെടാനാണ് സാധ്യത. കാരണം ലൂണ നമ്മുടെ ഒരു ലെജൻഡറി പ്ലെയർ ആണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ലൂണയ്ക്ക് പലപ്പോഴും ആ ഒരു കഴിഞ്ഞ സീസണിലെ ആ ഒരു പെർഫോമൻസ് ഈ സീസണിൽ തുടരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ക്രിയേറ്റീവ് ആ ഒരു ടച്ച് നമുക്ക് മിസ്സായിട്ടുണ്ട്. ആ പഴയ ഒരു മാജിക്കൽ ലൂണയെ നമുക്ക് ഈ ഒരു സീസണിൽ ലഭിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം നല്ല സമയത്ത് ടീം വിടുന്നതാണ് അദ്ദേഹത്തിനും നല്ലതെന്നുള്ള പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നുള്ള അഭിപ്രായമൊക്കെ വളരെ സജീവമായിട്ട് ആരാധകർക്കിടയിലുണ്ട്. അപ്പൊ ലൂണയ്ക്ക് പകരം ഒരു പുതിയ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേ മേക്കറെ മറ്റൊരു കോച്ച് വരികയാണെങ്കിൽ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ശരിക്കും അഴിച്ചുപണി വേണ്ടത് ഡിഫൻസിൽ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഡിഫൻസിന്റെ പാളിച്ചകളാണ് ഈ സീസണിൽ ഈ ലെവലിൽ എത്തിച്ചത് ബ്ലാസ്റ്റേഴ്സിന്. അതിപ്പോൾ ഗോൾ കീപ്പർ ആണെങ്കിലും ഡിഫൻഡേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരു പോർ ഷോ തന്നെയാണ് കാഴ്ചവെച്ചത്. ഇപ്പൊ നവോച്ച മാത്രമാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ടറി ആയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ഡിഫൻഡർ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ കൺസിസ്റ്റൻസി ഇല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ സന്ദീപൊക്കെ വലിയ ദുരന്തം തന്നെയായിരുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഹോർമിപ്പാം ആണെങ്കിലും കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല.
പിന്നെ പ്രീതം ഓൾറെഡി പോയി കഴിഞ്ഞു. പിന്നെ പ്രബീർ ദാസ് ലോണിൽ പോയതാണ്, അദ്ദേഹം തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ വികാസ് യുമ്നം വേണ്ടത്ര രീതിയിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല. അപ്പൊ അടുത്ത സീസണിൽ അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണ്. ലെഗാറ്റർ എന്തായാലും തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഒരു ഹൈബ്രിഡ് റോളിലൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു സെൻട്രൽ ബാക്ക് എന്നുള്ള രീതിയിൽ ലെഗാറ്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ലെഗാറ്റർ ഒരു ഫിസിക്കൽ ഇതുള്ള ഒരു പ്ലെയറാണ്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഗോൾ കീപ്പർ മസ്റ്റ് ആണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചെന്ന് തോന്നുന്നു. കാരണം ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ നോറ വലിയ മോശമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നോറയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കണമായിരുന്നു. കാരണം അദ്ദേഹത്തിനൊക്കെ ഒരു കോൺഫിഡൻസ് വേണ്ടത്ര രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കുറച്ചും കൂടെ മത്സരപരിചയം വേണമായിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത സീസണിൽ ഒരു ഗാംബ്ലിങ്ങിന് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകാതെ നോറയൊക്കെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിലും മറ്റൊരു ഗോൾ കീപ്പറെ, അതായത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമറെ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കാര്യങ്ങൾ തകിടം മറിയാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വേണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടിമുടി ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ അടുത്ത സീസണിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു തിരിച്ചുവരാനുള്ള സാധ്യതയൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആരൊക്കെ പുറത്തു പോകണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.